നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുമായി ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിരിക്കുന്നു. ഡോക്ടർ അഷീലാണ് എനിക്ക് ഈ കാര്യം അയച്ചു തന്നത്. ആരോഗ്യപരമായ എന്ത് സംശയങ്ങൾക്ക് ഇനി മുതൽ സാറ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് നമുക്ക് മറുപടി തരും. ഒന്ന് ചോദിച്ചു നോക്കിയോ. Hi, I'm Sarah and it's so nice to meet you. Human health is my specialty, and I want everyone to live a healthier life. 2020 വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയുടെ പുത്തൻ പതിപ്പാണ് WHO ഇപ്പോൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ ദിനത്തിന് മുന്നോടിയായാണ് WHOയുടെ നീക്കം. സ്മാർട്ട് AI റിസോഴ്സ് അസിസ്റ്റന്റ് ഫോർ ഹെൽത്ത് അഥവാ സാറ എന്നാണ് ഈ AI അസിസ്റ്റന്റിന്റെ പേര്. ആരോഗ്യരംഗത്തെ മുഴുവൻ കാര്യങ്ങൾക്കും ഈ AI സംവിധാനത്തെ ആശ്രയിക്കാനാകും. ലോകാരോഗ്യ സംഘടന നൽകിയ ലിങ്കിൽ കയറിയാൽ സാറയോട് സംസാരിക്കാനാകും. ഏറ്റവും എളുപ്പമുള്ളതും എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതാണ് സാറ എന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം. 8 ഭാഷകളിൽ സാറയുടെ സേവനം ലഭ്യമാകും. There is so much we can talk about, from tobacco products and alcohol, to healthy living and mental health. Is there something specific you'd like to talk about? ആരോഗ്യമേഖലയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് പുത്തൻ നേട്ടമാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡോക്ടർ മുഹമ്മദ് അഷീൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹമാണിത് അയച്ചു തന്നത്. നിങ്ങൾക്ക് അറിയാം, കോവിഡ് കാലത്ത് ഒരുപാട് ഡോക്ടർ അഷീലിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ സാറയോട് നമുക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് സാറയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാറ AI ഉപയോഗിച്ച് മറുപടി പറഞ്ഞു തരും. എന്തായാലും ഈ വാട്സപ്പിലൊക്കെ കാണുന്ന ഈ ചില ഊരും പേരും ഇല്ലാത്ത ചില അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന മറുപടിയേക്കാളും വളരെ ബെറ്റർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.